എന്റെ മനസ്സിലും കൂടെ ഒരു ഇടമുള്ളത് കൊണ്ട് ഈ ഒരു ഫാൻസ് മീറ്റിൽ ഇവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഞാനും. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. അതായത് ഇപ്പൊ രേഖാചിത്രം എന്ന് പറയുന്ന ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവി ഈസ് ഹിറ്റിംഗ് തിയേറ്റേഴ്സ് ഓൺ January 9th. അപ്പൊ ഇതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡന്റ്. അപ്പം വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? എനിക്ക് തോന്നുന്നു രേഖാചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ 2024 കുറിച്ച് പറയണല്ലേ. നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹിച്ചതും ഇന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഈ 2024 എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിലേക്ക് കയറിയവരും ജീവിതത്തിന്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും എന്റെ സിനിമകൾ നന്നാവുമ്പോൾ എന്റെ കൂടെ നിന്നതിനേക്കാൾ എന്റെ സിനിമകൾ മോശമാവുമ്പോൾ എന്റെ കൂടെ നിന്നവരാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടു വന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോടെ ചീത്ത പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നത്. എന്തിനാണൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊന്നും നല്ല സിനിമ ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എന്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എന്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. മറ്റു പലരും സിനിമകൾ ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് ആരും സത്യം പറയാതെ അവരോട് അവര് ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എന്റെ ശക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയതായിരുന്നു 2024. തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം അഡിയോസ് അമീഗോയിലൂടെ അത് കിഷ്കിന്ഡ കാണ്ഡം എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു വലിയ വിജയത്തിലേക്ക് അത് എത്തി. ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിന്ഡ കാണ്ഡത്തിനെ പറ്റിയും തലവനെ പറ്റിയും അഡിയോസ് അമീഗോയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു. അഭിനയിക്കുന്നതിനെ പറ്റി, സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി. അങ്ങനെ ഒരു വർഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ്. അത് എന്റെ മാത്രമല്ല, സിനിമാ പാരമ്പര്യം ഇല്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം തന്ന ഒരു വിജയം കൂടിയായിരുന്നു അത്. അപ്പൊ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാനായതുകൊണ്ട് അറിയാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും തരുന്നു. സിനിമ തിയേറ്ററിൽ വിജയിക്കുവോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. വീണ്ടും ആ പ്രതീക്ഷയിലൂടെയാണ് 2025 കടക്കുന്നത്. രേഖാചിത്രം റിലീസ് എത്തുന്നു 9-ാം തീയതി തിയേറ്ററിലേക്ക്. ഞാൻ ഇതുവരെ ചെയ്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു സിനിമയാണ്. ജോഫിൻ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു എനിക്ക്. ജോഫിൻ സിനിമയെ പറ്റി കുറെ കൂടെ കൂടുതൽ പറഞ്ഞു തരും. നമ്മളെല്ലാം കണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു സിനിമയുടെ ചെറിയൊരു എഡിറ്റഡ് വേർഷൻ, ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറിൽ വരുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. എഗെയിൻ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു പോലീസുകാരനാണുള്ള വലിപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷെ കുറ്റവും ശിക്ഷ എന്ന സിനിമയിലൂടെ ആ കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം കൂമൻ ചെയ്തു, തലവൻ ചെയ്തു. ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഈ 9-ാം തീയതി മുതൽ തിയേറ്ററിൽ കാണാം. എന്തായാലും ഒരു സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലെറ്റ്സ് സീ. ഫിലിമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാതെ സിനിമയെ പ്യൂർലി ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഇക്ക എന്ന്. അപ്പൊ നമ്മള് ആസിക്ക എന്ന് വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഇക്ക എന്നുള്ളത്, ചേട്ട എന്നുള്ളത് നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്.
കാരണം നമ്മുടെ നേരെ എതിരെ എന്തൊരു നെഗറ്റീവ് ഇൻസിഡന്റ് വന്നാലും അതിനൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് എങ്ങനെ നേരിടണമെന്ന് ഹി taught us. അതുപോലെ തന്നെ സിനിമയിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ആകാനായിട്ട് ഫിൽമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും വേണ്ട എന്ന് ഹി taught us. അപ്പൊ ഈ ആസിക്ക എന്നുള്ള ഈ ഒരു വിളിയും ഇതുപോലുള്ള ഒരു ഫാമിലിയും ഒക്കെ അന്ന് സിനിമ സ്വപ്നം കണ്ടുവരുമ്പോ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ, അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ടോ, ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ എന്നൊക്കെ. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാര്യം ഞാനിത് ആഗ്രഹിച്ച ഒരാളാണ്, ഇത് കൊതിച്ച ഒരാളാണ്. എന്നെ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നതും അവരെന്റെ അടുത്തേക്ക് വരുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം എന്നോട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ആസിക്ക എന്നുള്ള വിളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ ഇക്കോട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ഇക്കയുടെ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിക്കാണ്. അപ്പൊ ലെറ്റ്സ് മൂവ് ഇൻ. ആരാണ് ആദ്യത്തെ നമ്മള് ഇക്കടെല്ലാം പടം ഫസ്റ്റ് വെച്ച ഫോട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി. പടം അവൻ എത്ര വർക്കായില്ല. അതിനുശേഷം തൊട്ട് അവൻ എന്നോട് നീ ഇത് വിട്ടില്ലേ, ഇതെങ്ങനെയാണോ ചോദിച്ച് നടക്കണ്ടേ. 2 വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് വരെ ചെയ്തോണ്ട് അത്രയും പ്രശ്നം ഉണ്ടാവും. പക്ഷെ ലാസ്റ്റ് ഇയർ കിഷ്കിന്താണ്ട് റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് ടൈം പോയി കണ്ടു. ഫസ്റ്റ് ടൈം മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു, എന്നോട് പറഞ്ഞില്ല. 2ാമത് പോയി കണ്ടതിന് ശേഷം എന്താണ് ആള് ചെയ്തത് മൊമെന്റ് ആയിരുന്നു. ഒരു 1 വീക്ക് ശേഷമാണെന്ന് തോന്നുന്നത് നമുക്ക് ലെവൽ ക്രൂസ് ഓട്ടിട്ട് റിലീസ്. അതും കണ്ടിട്ട് അവൻ സെയിം അഭിപ്രായം. അപ്പോ എനിക്ക് ഫാൻസിനെ കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ട് ലാസ്റ്റ്. അതേ പ്രൗഡ് മൊമെന്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ചിത്രത്തിലൂടെ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കും, എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. ഒരുപാട് പേർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെ എന്ന്. പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അല്ലെ, അതാണ് നമ്മുടെ ശീലം, നമ്മളത് ശീലം. Thank you so much, Ika.